സർ, ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ നമ്മുടെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മുർഷിദാബാദ് ജില്ല, ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വലിയ കലാപം അരങ്ങേറി. ആ കലാപത്തിൽ ഇരയായ ആൾക്കാരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ തേടി ഒരു കൽക്കട്ട ഹൈക്കോടതി നിയോഗിച്ച 3 അംഗ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് സാർ ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്? അതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസസും ഇല്ലേ, അവരെല്ലാം കൂടെ ചേർന്ന് അവർ സ്റ്റേറ്റ് ലീഗൽ സർവീസ്, ഈ 3 ഇതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് ഈ കമ്മീഷനായിട്ട്. ഏകപക്ഷീയമല്ലത്, അല്ല, കേന്ദ്രമുണ്ട്, സംസ്ഥാനമുണ്ട്. പക്ഷേ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രശാന്തെ കേട്ടിട്ട്. ബംഗാൾ പോലൊരു സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. നേരത്തെ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഒരു ജില്ല മുഴുവൻ തൻ്റെ അധീനത്തിലാക്കിക്കൊണ്ട് ഷെയ്ഖിനെ പോലെ ഭരിച്ചിട്ട് അവിടെയുള്ള ഹിന്ദു സ്ത്രീകളെയൊക്കെ തൻ്റെ മോഹ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിച്ച് അവിടെ ആണുങ്ങളെയൊക്കെ ഭീതിപ്പെടുത്തിക്കൊണ്ട് അവരെ പേടിപ്പിച്ചുകൊണ്ട് നിരവധി സ്ത്രീകൾ അവിടെ അദ്ദേഹത്തിൻ്റെ മാനഭംഗത്തിന് വിധേയമാവുകയുണ്ടായി. അപ്പോൾ ബംഗാളിൽ എന്തും സംഭവിക്കാം എന്നൊരു സ്ഥിതിയുണ്ട്. ബംഗാളിൽ ഹിന്ദുക്കളാണോ എന്തും സംഭവിക്കാം എന്നുള്ളൊരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമേ വന്നിട്ടുള്ളൂ, പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. അതോടെ അവസാനിച്ചു. ആ ഗുജറാത്ത് കലാപത്തിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും പരിതപിക്കുന്നത്. BBC വരെ അവരുടെ 100ാം വാർഷികത്തിൽ BBCക്ക് വരെ ഗുജറാത്തായിരുന്നു വിഷയം. BBC പൂട്ടിക്കെട്ടി. ഇതിൻ്റെ ഒരു പ്രതിഫലനമാകാതിരിക്കും അനീതി, ഒരു ന്യായവും ഇല്ലാതെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കോടതി വിധി വന്നു കഴിഞ്ഞ ശേഷവും നരേന്ദ്രമോദിയും മറ്റും നിരപരാധികളാണെന്ന് അറിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ വേട്ടയാടിയ പാപത്തിൻ്റെ ഫലമായിരിക്കാം അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ബംഗാളെന്ന് പറയുന്ന സംസ്ഥാനത്തുണ്ടാകുന്ന ഈ കലാപങ്ങളും ബലാത്സംഗങ്ങളും ഒരൊറ്റ മാധ്യമത്തിന്, ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള ഒരൊറ്റ മാധ്യമത്തിന് വാർത്തയാകുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ മനഃശാസ്ത്രമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഈ മാധ്യമങ്ങളും കൂടി ഈ വംശഹത്യയ്ക്ക് കൂട്ടുനിൽക്കുകയാണ്? മണിപ്പൂരിലെ മെയ്റ്റി വിഭാഗങ്ങളും അതുപോലെ തന്നെ കുക്കികളും തമ്മിലുള്ള ആക്രമണം നടന്നപ്പോൾ വലിയ ഘോഷയാത്രയായിരുന്നു വാർത്തകളുടെ. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ സമാധാനം വന്നപ്പോഴാണ് ഒന്ന് ശമിച്ചത്. പക്ഷേ പഴയതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ കരിഞ്ഞ വ്രണത്തിലിട്ടിട്ട് നോവിച്ചുകൊണ്ടിരിക്കുകയാണ്, മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വർത്തമാന കാലത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കലാപത്തിനെക്കുറിച്ച് മൗനം, കുറ്റകരമായ മൗനമാണ് മാധ്യമങ്ങളെല്ലാം പാലിച്ചത്. കുറ്റകരമായ മൗനം. ഒരു പ്രതിഷേധമുണ്ടായോ? ഒരു മെഴുകുതിരി യാത്രയുണ്ടായോ? പലസ്തീൻകാരെ അങ്ങ് അകലെ മധ്യേഷ്യയിൽ കൊന്നപ്പോൾ ഉണ്ടായതുപോലെ വമ്പിച്ച പ്രതിഷേധവും സമ്മേളനവും റാലിയും വല്ലതും നടന്നു? വേടൻ ഒരു ഡാൻസെങ്കിലും നടത്തിയോ? അതിന് വേണ്ടിയിട്ട് ഒരു റാലി നടത്തിയോ വേടൻ? ഇതൊന്നും അറിയുന്നില്ലേ? അപ്പോൾ അവർ മനുഷ്യരല്ലേ? ഹിന്ദുക്കളെന്ന് പറയുന്ന മനുഷ്യരല്ലേ? മ്ലേച്ഛന്മാരാണോ? എന്താ സംഭവം? അവിടെ 2 ഹിന്ദുക്കളെ കൊന്നതുകൂടാതെ ആ മുർഷിദാബാദിലുള്ള സകലമാന വീടുകളും തീവെച്ച് നശിപ്പിച്ചു. ആരുടെ നേതൃത്വത്തിൽ? TMC കൗൺസിലറായിട്ടുള്ള മെഹബൂബ് ആലം എന്ന് പറയുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെയും അതുപോലെ അവിടുത്തെ MLA ആയിട്ടുള്ള TMCയുടെ MLA, മമതാ ബാനർജിയുടെ പാർട്ടിയുടെ, PV അൻവറിൻ്റെ പാർട്ടിയുടെ MLA ആയിട്ടുള്ള അമീർ ഇസ്ലാമിൻ്റെയും നേതൃത്വത്തിൽ അവിടെ വീടുകൾ കത്തിച്ചു. ആളുകൾ പേടിച്ചോടി. കാരണം അവർ ഭീകരവാദികളല്ലല്ലോ, ജിഹാദികളുമല്ലല്ലോ. അവർ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന, പച്ചക്കറി നിന്ന് ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണല്ലോ. മൃഗങ്ങളെ വെട്ടിക്കൊത്തി ജീവിക്കുന്നവരുമല്ല അവർ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പേടിച്ചോടുകയല്ല, നിവർത്തിയില്ല, ആരുമില്ല അവരെയല്ലേ രക്ഷിക്കാൻ. മമതാ ബാനർജി എന്ന് പറയുന്ന ജിഹാദി മുഖ്യമന്ത്രിയുമില്ല അവരെ രക്ഷിക്കാൻ. അവർ പേടിച്ച് അവിടുന്ന് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ പോയി കഴിഞ്ഞു. അടുത്ത ജില്ലയിലേക്ക് പലായനം ചെയ്യേണ്ടി. അതെ, അവിടുത്തെ മാൾഡയിൽ പോയി അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇപ്പോഴും അവരവിടെ കഴിയുകയാണ്. തിരിച്ചു വന്നിട്ടില്ല, പേടിയാണ്. എന്താണ് ഇങ്ങനെ വരും? ആ വീടുകൾ കത്തിച്ച് ചാമ്പലാക്കി പിന്നെ താമസിക്കാൻ കൊള്ളാത്തതാക്കി മാറ്റി. അതായിരുന്നു അമീർ ഇസ്ലാം എന്ന് പറയുന്ന തൃണമൂൽ MLAയുടെ ആവശ്യം. എന്ന് മാത്രമല്ല, കത്തിച്ച വീടുകൾ നോക്കിയിട്ട് ഇനിയും കത്തിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കത്തിച്ചോ. ഗുജറാത്ത് കലാപത്തിൽ ഇങ്ങനെ ഒരു MLA നേതൃത്വം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നരേന്ദ്രമോദി നിഷ്ക്രിയനായിരുന്നു എന്നുള്ളതല്ലേ നിങ്ങളുടെ അങ്ങേയറ്റത്തെ ആരോപണം? അല്ല, നരേന്ദ്രമോദി അത് കത്തിക്ക് ഇത് കത്തിക്കെന്ന് പറഞ്ഞോ?
എവിടെയെങ്കിലും പറഞ്ഞു? ഏതെങ്കിലും ഒരു BJP MLA പറഞ്ഞു? തെളിവ് നിങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ബിൽക്കിസ് ബാനുവിൻ്റെ കേസുമൊക്കെ കൊണ്ടുവന്ന് ടെസ്റ്റ സിദ്ധൽ വാദിനിയൊക്കെ കൊണ്ടുവന്നു വിദേശത്തുനിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് കേസ് വാദിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനൊരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ എന്ത് വിശ്വാസ്യതയുള്ളവരാ? എന്തേ ബംഗാളിൽ വരുമ്പോൾ വേറൊരു നിയമം നിങ്ങൾക്ക്? ബംഗാളിൽ വരുമ്പോൾ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇല്ലേ അവിടെ ഹിന്ദുക്കൾക്ക്? ഹിന്ദുക്കളായി ജനിച്ചാൽ പിന്നെ മനുഷ്യാവകാശം ഇല്ലെന്നാണോ? സാർ അവിടെ ഈ അങ്ങിപ്പോൾ പറഞ്ഞത് ശരിയാണ്. മുർഷിദാബാദിൽ ചന്ദൻ ദാസ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ഹർഗോബിന്ദ് ദാസ്, അച്ഛൻ വളരെ വൃദ്ധനാണ്, 84 വയസ്സെന്തോ ഉണ്ട്. രണ്ടുപേരും ഇവര് CPM കുടുംബമാണ്. ഇവരെ വീട്ടിന് പുറത്തേക്ക് വിളിച്ചിറക്കി വെട്ടിയും കുത്തിയും കൊല്ലുകയായിരുന്നു. അത് MLA-യും കൗൺസിലറും ഒക്കെയാണ്, TMCയുടെ MLA കൗൺസിലറും ഒക്കെ. മമതാ ബാനർജിയുടെ ഇത് ഈ റിപ്പോർട്ടിൽ ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് ഇവർ കൊടുത്ത റിപ്പോർട്ട്, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സ്റ്റേറ്റ് ലീഗൽ സർവീസസ്, ഇവരുടെ 3 പ്രതിനിധികളെ വെച്ചിട്ടുള്ള ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വെച്ച റിപ്പോർട്ടാണ്. ഇതിനകത്ത് പക്ഷഭേദങ്ങളില്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ നേരിട്ട് ആ പ്രദേശമൊക്കെ സന്ദർശിച്ചു. അവർ നേരിട്ട് പ്രദേശം സന്ദർശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്ര പേടിയായിരുന്നു ആൾക്കാർക്ക്. കാശ്മീരിനേക്കാൾ ഭീകരമായിരുന്നു മുർഷിദാബാദ്. ഇപ്പോൾ ആളുകളൊക്കെ ഇപ്പോഴാണ് പോയി തുടങ്ങി അന്വേഷിച്ചു. ഇപ്പോഴും ആ കുടുംബങ്ങൾ 500ഓളം കുടുംബങ്ങളാണ് അഭയാർത്ഥികളായിട്ട്, കാശ്മീരി പണ്ഡിറ്റുകൾ ഡൽഹിയിൽ അഭയാർത്ഥികളായിട്ട് കഴിയുന്നത് എങ്ങനെയോ അതുപോലെ മാൽദ ജില്ലയിലെ മുർഷിദാബാദിലെ പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാർ കഴിയുന്നത്. ഞങ്ങൾ ജിഹാദികളായി പോകാത്തതാണോ ഞങ്ങളുടെ കുറ്റം? അവർ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ജിഹാദികളാണെങ്കിലേ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റൂ, ജിഹാദികളാണെങ്കിലേ ഈ രാജ്യത്ത് മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടുമോ? ഇതാണോ സംഭവം? പറയൂ. ഞങ്ങൾ മതഭൂരിപക്ഷത്തിൻ്റെയോ യാതൊന്നും ഉന്നയിക്കുന്നില്ല. എന്താണ് പ്രശ്നം? ഞങ്ങൾ ഭൂരിപക്ഷമായി ഇപ്പോൾ നിലനിൽക്കുന്നതാണോ പ്രശ്നം? അതോ ഒരു ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്ന ആ സംസ്കാരം നിലനിൽക്കുന്നു എന്നാണോ പ്രശ്നം? റെഡ് ഇന്ത്യൻ സംസ്കാരം പോലെ, മയോ സംസ്കാരം പോലെ, ഇൻക സംസ്കാരം പോലെ അതും മണ്ണടിഞ്ഞ് കാണണമെന്നാണോ? ആയില്ലല്ലോ. അറംഗസീബ് ചക്രവർത്തി പറയാൻ ആർക്കും പറ്റുന്നില്ല. അറംഗസീബ് ചക്രവർത്തി വന്നിട്ടും ഇല്ലാതായിപ്പോയി. കാലത്തെ അതിജീവിച്ചുകൊണ്ട് അത് നിൽക്കുന്നു. അത് നിൽക്കുന്നതിൻ്റെ കണ്ണുകടിയാണോ? എന്താണ് പ്രശ്നം? എന്താ ഞങ്ങൾ ജനിച്ചു ജന്മം ഹിന്ദു ജന്മം ദുഃഖജന്മം എന്നുള്ളതാണോ? അത് ഞങ്ങൾക്ക് ബിന്ദുവിനെ പോലെ ആ പേറുക്കടയിൽ പോലീസ് സ്റ്റേഷനിൽ കടന്ന് മനുഷ്യാവകാശ ലംഘനവും പീഡനവും അനുഭവിച്ചു 20 മണിക്കൂർ. അതെ, ആ ബിന്ദുവിനെ പോലെയാണോ? ഹിന്ദു എന്ന് പറഞ്ഞാൽ ബിന്ദുവിനെ പോലെയാണോ ഞങ്ങളുടെ മനുഷ്യാവകാശം? പറയൂ മമതാ ബാനർജി, ഹിന്ദു എന്ന് പറഞ്ഞാൽ ബിന്ദുവാണോ? അതോ ബിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണോ? ഹിന്ദു ആയതുകൊണ്ടാണോ അത്ര പീഡനം കൊണ്ടുവന്നത്, അനുഭവിപ്പിച്ചത്? അപ്പം ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ലെന്നാണോ പറയുന്നത്? ഉല്ലാസയാത്ര പോകാൻ അവകാശമില്ല, അവിടെ ഭീകരവാദികൾ വന്ന് കൊല്ലും. അതെ. ഇവിടെ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ, ബംഗാളിൽ ജീവിച്ചു പോന്നാൽ അവിടെ തൃണമൂൽ കൊല്ലും. എന്തവസ്ഥയാണിത്? വളരെ പരിതാപകരമാണ് സാർ. എന്ത് അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? അതോ ഞങ്ങളും ഇനി വാളും എടുത്തുകൊണ്ട് രംഗത്തിറങ്ങണമെന്നാണോ? സിഖുകാരെ പോലെ അളമുട്ടിയാൽ ചേര കടിക്കും, അതായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത്. സിംഹാസനങ്ങൾ ഇളകിത്തെറിക്കും, സംശയമൊന്നും വേണ്ട. സാർ, ഇനി ഈ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഇപ്പോൾ കൽക്കട്ട ഹൈക്കോടതിയിലാണല്ലോ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം അല്ലേ? എവിടെ? കൽക്കട്ട ഹൈക്കോടതിയിലല്ലേ? ഇതൊക്കെ എത്രയോ കേസുകൾ ഇതുപോലെ ഈ സ്ത്രീക്കെതിരെ മുമ്പും വന്നിട്ടുള്ളതാണ്. ഇവരിപ്പോഴും കൂസലില്ലാതെ ഞെളിഞ്ഞ് നടക്കുക. സാർ, ഗവർണർ CV ആനന്ദ് ബോസ് കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രശ്നം പറയാം. അതായത് ഇവർക്ക് മന്ത്രിസഭയെ എന്നേ പിരിച്ചുവിടാമായിരുന്നു, അവരത് ചെയ്യില്ല. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ ചെയ്തതിൻ്റെ പിൽക്കാലത്ത് ജനതാ ഗവൺമെൻറ് 9 സംസ്ഥാന ഗവൺമെൻറ്റുകളെ ഒന്നിച്ച് ചെയ്തതിനെ ഒക്കെ എതിർക്കുന്ന ഒരു നയമാണ്, പ്രത്യയശാസ്ത്രമാണ് BJPക്കുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അത് തന്നെത്താനെ ആ ഗവൺമെൻറ് അതിൻ്റെ ജനവിരുദ്ധത കൊണ്ട് ഇല്ലാതായിക്കോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ തൃണമൂൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുത്തുകൊണ്ട് അവരെ വോട്ടർമാരാക്കിക്കൊണ്ട് പിന്തുണ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടെ ഈ അഴിമതിക്കാരെ കൂട്ടുക, അതുപോലുള്ള ജിഹാദി ഫോഴ്സുകളെ കൂട്ടുക, രാജ്യത്തിന് ദോഷം ചെയ്യുന്ന പ്രവർത്തികളിൽ ഏർപ്പെടുകയാണ് അവർ തൃണമൂൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CV ആനന്ദ ബോസ് ബൈപ്പാസ്സായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഭേദമായിട്ടുണ്ട്, ഭദ്രമായിട്ടുമുണ്ട്. ആ ആനന്ദബോസിനെ പലതവണ പോയി കണ്ടു ഇവരെ പിരിച്ചുവിടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു തന്ത്രങ്ങളും ഒളിവിൽ ഇങ്ങനെയുള്ള തന്ത്രങ്ങളും
വെളിയിൽ ഇങ്ങനെയുള്ള ജിഹാദി പറഞ്ഞെങ്കിലേ അവർക്ക് വോട്ട് കിട്ടും അവിടെ. അതാണ് പ്രശ്നം. ഹിന്ദുക്കൾക്ക് അങ്ങനെയില്ല. ഹിന്ദുക്കൾ ഈ മതം നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്, അവർ രാഷ്ട്രീയം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ നിലപാട് നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ ഇവരെ ഈ ജിഹാദി പറഞ്ഞില്ലെങ്കിൽ മുർഷിദാബാദിലെയോ അല്ലെങ്കിൽ 24 പർഗാനാസ് ജില്ലകളിലെയോ ഒന്നും മാൾഡയിലെയോ. അപ്പോൾ ആ മുഖം, ആ താടകയുടെ മുഖം, ഭദ്രകാളിയുടെ മുഖം അവർക്ക് അവിടെ പ്രദർശിപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ഹിന്ദുക്കളുടെ അടുത്ത് വരുമ്പോൾ ദുർഗയുടെ മുഖവും കാണിക്കാറുണ്ട് അവർ. ഈയിടെയാണ് വലിയൊരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളിലും അവർ വമ്പിച്ച പ്രചാരണം കൊടുത്തത്. അതാണ് അവരുടെ ഹിന്ദുക്കളോടുള്ള നയം. അപ്പോൾ ഇരട്ട മുഖമാണ്. ഒരു വശത്ത് ഭദ്രകാളി, മറുവശത്ത് ലക്ഷ്മി ദേവി. അങ്ങനെയാണ് അവർ പെരുമാറുന്നത്. ആ ഇരട്ടത്താപ്പിലൂടെയാണ് അവർ ജയിക്കുന്നത്, അല്ല ശരിയായ രാഷ്ട്രീയത്തിലൂടെ അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.